നല്ല മുരുമൊരാന്നുള്ള വട, അതും ഇൻസ്റ്റന്റ് ആയിട്ട്. മൊത്തത്തിൽ ഒരു 10 മിനിറ്റ് അത്ര തന്നെ എടുക്കത്തുള്ളൂ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച വെള്ളത്തിലേക്ക് ഞാനൊരു 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി കുറച്ച് മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് വറ്റി വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം ചേർക്കണമായിരുന്നു, ഇപ്പൊ ഞാൻ വിട്ടുപോയതാണ്. സാരമില്ല, ഇപ്പൊ ചേർത്താലും അത് സെറ്റാവും. എന്നിട്ട് നമുക്ക് നല്ലോണം ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. അപ്പം നല്ല ചൂടാണ്. അതൊന്ന് ആറുമ്പം നമുക്കൊരു ചൂട് കോഫിയൊക്കെ കുടിക്കാന്നേ. അത് കഴിഞ്ഞ് ചൂടൊന്ന് ആറിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ബോള് പോലെ ആക്കി. എന്നിട്ട് ഒന്നിങ്ങനെ പരത്തിയിട്ട് സെന്ററിലായിട്ട് ഒരു ഹോളും കൂടി ഇട്ട് കൊടുത്തേ. അങ്ങനെ അത് വട ഷേപ്പിലാക്കി എടുത്തു. അങ്ങനെ ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ വട ഷേപ്പിലാക്കി എടുക്കാണ്. അപ്പോൾ എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഷാരും കൂടെ ഉള്ളത് കാരണം 10 മിനിറ്റ് എന്നുള്ളത് നമുക്കൊരു 8 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ചും കൂടി പണി എളുപ്പമായി. അപ്പോൾ ഇനി നമുക്കൊരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടാവുമ്പോഴത്തേക്ക് നമ്മൾ ആ പരത്തി വെച്ച ഷെയ്പ്പാക്കി വെച്ച വട ഉണ്ടല്ലോ, അതിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല മൊരുമൊരാന്നുള്ള നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റവ വട റെഡിയായി. ഇനി ഒരു ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും. അതിലിങ്ങനെ മുക്കി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ്. ഉഴുന്നുവടയുടെ ടേസ്റ്റ് ആണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷെ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.